ഹലോ ഹായ്, ഡോക്ടർ ദീൻ സെന്റർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബി പിയെ കുറിച്ചിട്ടാണ്. ബി പി പ്രത്യേകിച്ചും എല്ലാവർക്കും കുറച്ച് പേടിയുള്ള ഒരു കാര്യമാണ് ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ബി പി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിലുള്ള പ്രഷർ, അതായത് ലാറ്ററൽ പ്രഷർ, അതിൻ്റെ വാളുകളിലേക്ക് ചെലുത്തുന്ന മർദ്ദം, ആ മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ബി പി. പ്രത്യേകിച്ചും പറയാറുണ്ട് ലാറ്ററൽ പ്രഷർ എക്സർട്ടഡ് ഓൺ ദ വാൾസ് ഓഫ് ദ ബ്ലഡ് വെസൽ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബി പി വർദ്ധിക്കുന്നത്. ബി പി വർദ്ധിച്ചു കഴിഞ്ഞാൽ തലചുറ്റലായിട്ട്, ക്ഷീണമായിട്ട്, അതേപോലെ തന്നെ കണ്ണ് തുറത്തുന്നത് പോലെ, ഇങ്ങനെ പലതരത്തിലുള്ള ഫീലിംഗ് വ്യക്തികൾക്ക് പല രൂപത്തിലാണ് അനുഭവപ്പെടാറ്. അപ്പോൾ ഈ ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്യുപഞ്ചറിൻ്റെ ഒരു ആസ്പെക്റ്റ് പ്രകാരം പറയുകയാണെങ്കിൽ നമ്മുടെ 12 ആന്തരിക അവയവങ്ങളിലോട്ടുള്ള എനർജി ഫ്ലോ, ആ എനർജി ഫ്ലോ എത്രത്തോളമാണ് അവിടേക്ക് വേണ്ടത്, ആ ഒരു അവയവത്തിന് എത്രത്തോളം എനർജി ആവശ്യമുണ്ട്, സഫിഷ്യൻ്റ് എനർജി ആവശ്യമുണ്ട്, ആ എനർജിയിൽ ഉണ്ടാകുന്ന ആ പോരായ്കയെ തിരിച്ചു പിടിക്കാനായിട്ട് ശരീരം ചെലുത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെയാണ് ശരിക്കും അക്യുപഞ്ചറിൽ ബി പി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഓടിക്കഴിഞ്ഞാൽ, ഒരാൾ നല്ലതുപോലെ റൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കിതച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബി പി നോക്കിക്കഴിഞ്ഞാൽ ബി പി കൂടുതലാണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തുകൊണ്ട് ആ ബി പിയെ പതിയെ കുറഞ്ഞു വരികയാണ് ചെയ്യാം. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ അവയവങ്ങളിലോട്ടുള്ള ആ ബി പി ഏതാണ്, എവിടേക്കാണ് കൂടുതൽ ഫ്ലോ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ യഥാർത്ഥ ചാനലുകളിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബി പിയെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അലോപ്പതി വ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ബീറ്റ ചാനൽ ബ്ലോക്കർ പോലത്തെ മരുന്നുകൾ, ആൽഫ ചാനൽ ബ്ലോക്കർ പോലത്തെ മരുന്നുകൾ, അതേപോലെ ഗാമ, അതേപോലെ കാൽസ്യം ചാനൽ ബ്ലോക്കർ, അതേപോലെ ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ, ഇങ്ങനെ ഒരുപാട് തരത്തിൽ. അതേപോലെ തന്നെ നമ്മുടെ ആർട്ടറിനെയും വെയിനെയും ഒരുമിച്ച് ഡയലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെഡിസിൻസുകൾ, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഈ അലോപ്പതി വീട്ടിൽ അവൈലബിൾ ആണ് ബി പിക്ക് വേണ്ടിയിട്ട്. അത് നമ്മൾ പലതരത്തിൽ അറിയപ്പെടാറുണ്ട്. അമ്ലോഡിപ്പിൻ എന്ന് പറയുന്ന കാൽസ്യം ചാനൽ ബ്ലോക്കറുകളുണ്ട്. അതേപോലെ തന്നെ ARBയിൽ കണ്ടിസാട്ടാൻ, വാൽസാട്ടാൻ, ടെൽമിസാട്ടാൻ പോലത്തെ ARBs അവൈലബിൾ ആണ്. ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കർ അവൈലബിൾ ആണ്. ഏതായാലും നമ്മുടെ അക്യുപഞ്ചറിൻ്റെ ആസ്പെക്റ്റ് പ്രകാരം ഇതിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഏത് അവയവത്തിലോട്ടാണ് ഇദ്ദേഹത്തിൻ്റെ എനർജി ഫ്ലോ ഡിസ്ഫങ്ഷൻ, അത് എർത്താവാം, അത് വുഡാവാം. പൊതുവേ എർത്തും വുഡുമാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കണ്ടുവരാറ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ദഹന പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ ഊർജ്ജ നില എങ്ങനെയാണ് അത് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായ പ്രോട്ടോക്കോൾ പ്രകാരം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബി പിയെ നമ്മൾക്ക് ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ചില ആളുകൾക്ക് നമുക്ക് സിംഗിൾ അക്യുപഞ്ചർ ആയിരിക്കും വേണ്ടി വരിക, ചില ആളുകൾക്ക് നമ്മൾക്ക് മാസ്റ്റർ ടോങ് രീതിയിലുള്ള അക്യുപഞ്ചർ ആയിരിക്കും വേണ്ടി വരിക, ചില ആൾക്കാർക്ക് നമ്മളെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനുള്ള മൾട്ടി നീഡിലിംഗ് വേണ്ടി വരും. അപ്പോൾ അത് ഏതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നോക്കിക്കൊണ്ടും, അതേപോലെ തന്നെ യിൻ യാങ് തിയറി നോക്കിക്കൊണ്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആ ബി പിയെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ പരമാവധി നിങ്ങൾ ഉറക്കത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. പരമാവധി 9 മണിക്ക് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ബി പിയെ നമുക്ക് മാറ്റി അത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.